Dear students, welcome to Spark Bodhi. നിങ്ങൾ എല്ലാവരും 2022 NEET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണല്ലോ. നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത് ബയോളജിയുമായിട്ടാണ്. മൈസെൽഫ് മാലിനി. സോ ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് സെൽ സൈക്കിൾ എന്ന ടോപ്പിക്കാണ്. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ടോപ്പിക്കാണ്. അതിൽ സെൽ സൈക്കിൾ ആണ് ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. എന്താണ് സെൽ സൈക്കിൾ? സോ ദ ലൈഫ് സൈക്കിൾ ഓഫ് എ സെൽ ഈസ് കോൾഡ് ആസ് ദി സെൽ സൈക്കിൾ. സോ ദ സെൽ സൈക്കിളിനെ നമുക്ക് എങ്ങനെയാണ് ഒരു സെല്ല് എന്തിനാണ്? വാട്ട് ഇസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ സെൽ? We know that the life cycle of a cell എന്ന് പറയുന്നത് എന്താണ്? The cell is undergoing division. സെൽ ഡിവിഷൻ എന്നുള്ളതാണ് സെല്ലിന്റെ ലൈഫ് സൈക്കിൾ. അപ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പേ സെല്ലിന് എന്ത് വേണം? സെൽ ഹാസ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ് cycle. Okay, so the preparatory phase of the cell cycle is called as the interphase. അല്ലെങ്കിൽ സെല്ലിന്റെ ലൈഫ് സൈക്കിളിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഇന്റർഫേസ് എന്നും അതുപോലെ തന്നെ ഡിവിഷൻ ഫേസ് എന്നും. ഇന്റർഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെല്ല് പ്രിപ്പയർ ചെയ്യുകയാണ്. എന്തിനു വേണ്ടി സെല്ല് പ്രിപ്പയർ ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ദ സെൽ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഡിവിഷൻ. ഓക്കെ, സോ ദ പ്രിപ്പറേറ്ററി ഫേസ് ഓഫ് ദി സെൽ ആണ് എന്തെന്ന് പറയുന്നത്? ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇന്റർഫേസിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം, G1 phase, S phase and G2 phase. What do you mean by G1 phase? അല്ലെങ്കിൽ what does G denote? G is denoting the gap. What do you mean by gap? Before division, the cell is under having some gap. So that gap is denoted by G. So in G1, what is happening? In the G1, the cell is preparing for division. So its organelles and all those things are multiplying in the G1 phase. Then what is happening in the S phase? In the S phase, the DNA is doubling or replication of DNA is taking place. Whether chromosomal duplication is taken, അതായത് ക്രോമസോംസിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നുണ്ടോ എസ് ഫേസിൽ? ഇല്ല. എസ് ഫേസിൽ നടക്കുന്നത് എന്താണ്? DNA-യുടെ ഡ്യൂപ്ലിക്കേഷൻ ആണ്. അപ്പൊ എന്താ ടീച്ചറെ ഈ DNA-യും ക്രോമസോംസും തമ്മിലുള്ള ഡിഫറൻസ്? DNA എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ക്രോമസോം തന്നെയാണ്. അതായത് DNA എന്ന് പറയുന്നത് എന്താണ്? DNA is a deoxyribonucleic acid. ഓക്കെ, സോ ഈ DNA നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. DNA എങ്ങനെയാണ്? അതായത് ഏകദേശം ഒരു യൂക്കാരിയോട്ടിക് DNA, അതായത് നമ്മളിലുള്ള DNAക്ക് ഏകദേശം 2 മീറ്ററോളം നീളമുണ്ട്. ആ 2 മീറ്ററോളം നീളമുള്ള DNA, ഹൗ വി ക്യാൻ പ്ലേസ് ദാറ്റ് DNA ഇൻ എ സ്മോൾ മൈക്രോമീറ്ററുള്ള ഒരു സെല്ലിൽ നമുക്ക് എങ്ങനെ വെക്കാൻ പറ്റും? സോ വി വിൽ ബി doing what? We will be wrapping around the DNA in some specialized protein called as histones. What are these histones? Histones are some basic proteins. Okay, so DNA എന്ത് ചെയ്യും? ഈ ഹിസ്റ്റോണിന്റെ മുകളിൽ റാപ്പ് ചെയ്ത് അങ്ങനെ DNA കണ്ടൻസ്ഡ് ഫോമിനെയാണ് നമ്മൾ ക്രോമാറ്റിൻസ് എന്ന് പറയുന്നത്. അപ്പൊ DNA എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്നത്? ക്രോമാറ്റിൻസിന്റെ ഫോമിലാണ് കാണുന്നത്. അപ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് നടക്കും? ക്രോമാറ്റിൻസ് കണ്ടൻസ് ചെയ്ത് എന്തായിട്ട് മാറും? ക്രോമസോമായിട്ട് മാറും. അപ്പോൾ ഇന്റർഫേസിലെ എസ് ഫേസിൽ എന്ത് നടക്കുന്നില്ല? ക്രോമസോംസിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒന്നും നടക്കുന്നില്ല. പിന്നെ എന്തിന്റെ ഡ്യൂപ്ലിക്കേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ? ദ സിന്തസിസ് ഓഫ് DNA or replication of DNA is taking place. Okay, and the next phase is called as the G2 phase. So what is happening in G2? So we have created DNA and all other organelles have been multiplied in the G1 phase and the S phase. So what is happening in the G2 phase? In the G2 phase, the cytoskeletal structures like centrioles are forming. What's the importance of this centrioles? Centrioles, from the centriole, the spindle fibers are forming. Then what are the spindle fibers? The spindle fibers help to attach to the chromosome. ക്രോമസോമിലോട്ട് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഫൈബേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു സെല്ലിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അങ്ങനെ സെല്ല് എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു? ഡിവിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. നൗ സെൽ എന്തിന് റെഡിയാണ്? ഡിവിഷന് വേണ്ടി റെഡിയാണ്. ഇനി ഞാൻ ഒരു സേയിങ് കൂടെ പറഞ്ഞോട്ടെ. Important people must analyze the task constantly. Then what does I stands for? Interface. P stands for prophase. M stands for metaphase. A stands for anaphase. T stands for telophase. And C stands for cytokinesis. All the things we will be discussing in our later classes.